തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഇരുചക്ര വാഹനക്കാർക്ക് അപകടക്കെണിയാവുന്ന ഒരു കുഴിയുണ്ട്. ആ കുഴിക്ക് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം തമ്പാനൂരിന് സമീപമുള്ള ചെന്തിട്ട ട്രാഫിക് സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 15 ദിവസത്തോളമായി ഇവിടെ ഈ കുഴിയുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രം, പ്രദേശവാസികൾ പറയുന്നത് പ്രകാരം ഇന്നത്തെ ഒരു ദിവസം മാത്രം 3 പേരാണ് ബൈക്ക് യാത്രികർ ഇവിടെ വീണ് പരിക്കേറ്റിട്ടുള്ളത്. അല്പം മുൻപ് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പരിസരത്ത് നിന്ന് ഈ മെറ്റലുകളും മണ്ണും ഒക്കെ ഇട്ട് ഇത് താൽക്കാലികമായെങ്കിലും യാത്രായോഗ്യമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നത്. ഇവിടെ ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടന് മുൻപിലാണ് അല്പം മുൻപായി ഇവിടെ ഒരു അപകടം നടന്നത്. ചേട്ടാ, ഇവിടെ ഈ കുഴി സ്ഥിരം അപകടക്കെണിയാണോ? അപകടക്കെണിയാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഒരു 3 പേരായി. അത് ആംബുലൻസിൽ ഇപ്പൊ 2 പേരെ കൊണ്ടുപോയി. ഒരാളിന് എല്ല് പൊട്ടി, ഒരാളിന് കുറുക്കിന്റെ എല്ലാം നടക്കുകയാണ്. ദിവസം ഇത് ഒരു 10-20 ദിവസമായി. അവര് വാട്ടർ അതോറിറ്റി അവര് ഫണ്ടില്ലാന്ന് പറഞ്ഞിട്ടാണ് അതിനെ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ റോഡ് ഫണ്ട് കാരണവരെ അത് ആരും തിരിഞ്ഞു നോക്കണില്ല. ഇവിടെ എങ്ങനെ ഈ കുഴി രൂപപ്പെട്ട എങ്ങനെയാണ്? ഇത് പൈപ്പിന്റെ വെള്ളം പൊട്ടിയാണ് ഇത് കുഴിയായി വലുതായി. ഇപ്പൊ ഇന്ന് തന്നെ ഒരുപാട് പേര് വീഴുന്നു. ഈ മഴയും കൂടെ ആയപ്പോൾ ആൾക്കാർക്ക് അറിയില്ല റോഡും ഇതുമായിട്ട്. അതാണ് പറ്റിയത്. ശരിക്കും നിറയെ പെൺകുട്ടികളും കൊച്ചു അവിടെ നിന്ന് വരുമ്പോൾ സിഗ്നലിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല. പെട്ടെന്ന് വരുന്ന ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകുകയാണ്. ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കാനെടുത്ത കുഴിയാണ്. ചോർച്ച ഉള്ളത് കൊണ്ടാണ് ഇത് ഇപ്പൊ ഇത്രയും ഇതായിരിക്കണേ. അവര് ചെയ്യണില്ല. അവര് ചോർച്ചയും ഉണ്ട്. ഇവിടെ ചോർച്ച ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുഴി വലുതായത്. അപ്പൊ അത് വാട്ടർ അതോറിറ്റി അതിനെ ശരിയായ രീതിയിൽ ചെയ്താലേ അത് റോഡ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ വാട്ടർ അതോറിറ്റി, അതായത് ഈ പൈപ്പിന്റെ ചോർച്ച മൂലമുണ്ടായ ഒരു കുഴിയാണ്. ആ കുഴിയാണ് ഇത്തരത്തിൽ വലിയ ദുരിതം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 20 ദിവസത്തോളമായി നിരവധി പേരാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വയസ്സായവരുണ്ട്. അങ്ങനെ പല തരത്തിൽപ്പെട്ട പല പ്രായ പരിധിയിൽപ്പെട്ടവരെല്ലാം തന്നെ ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം എന്നോണം ഇവിടെ ഇപ്പോൾ ഈ മെറ്റലും മണലും ഉപയോഗിച്ച് ഇവിടെ നികത്തുകയാണ്. പലതവണ വാട്ടർ അതോറിറ്റിയെയും PWD ഡിപ്പാർട്ട്മെന്റിനെയും നഗരസഭയെയും ഒക്കെ സമീപിച്ചിട്ടും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന പരാതി കൂടി ഈ നാട്ടുകാർ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടും ഒരു ജീവഹാനി പോലും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക കൂടി ഇവിടുത്തുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതാണെങ്കിലും അടിയന്തരമായി തന്നെ ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.